നമ്മളിപ്പോൾ ഉള്ളത് നെടുമുടിയിലാണ്. പരുത്തിക്കുളം പാലത്തിന് സമീപമായിട്ടാണ് നമ്മളുള്ളത്. ഈ നാട്ടുവഴികളിലെല്ലാം തന്നെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ കരകളും ഒക്കെ ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ക്ലബ്ബുകളും വള്ളങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഉള്ള നെടുമുടിയിലെ നാട്ടുകാരോട് നമുക്ക് അവരുടെ ഒരു ടീം കാഴ്ചപ്പാടും ഒക്കെ നമുക്ക് ചോദിക്കാം. ഇവിടെ നടുഭാഗമാണ് എന്നറിയാം, എന്നാലും എല്ലാവർക്കും എല്ലാവരുടേതായ ഒരു താല്പര്യങ്ങളും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഇത് കുട്ടനാടിൻ്റെ ആവേശമാണ്. കുട്ടനാടിൻ്റെ മണ്ണും മനസ്സും ഒരുപോലെ കൈകോർക്കുകയാണ്. കുട്ടനാടിൻ്റെ മിഴി തുറക്കുകയാണ്. വള്ളംകളി എന്ന് പറയുന്നത് ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിയുടെയും അവരുടെ ഹൃദയശ്വാസമാണ്, ഹൃദയമിടുപ്പാണ്, അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അത് മണ്ണിൻ്റെ മണമുള്ള കുട്ടനാട്ടിൻ്റെ ആവേശമാണ് ജലോത്സവങ്ങളൊക്കെ തന്നെ. ഇന്ന് നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആവേശമായി തീപ്പരി മത്സരം അവിടെ കാഴ്ചവെക്കും. എല്ലാ വള്ളങ്ങളും ഭയങ്കര തയ്യാറെടുപ്പിലൂടെയാണ് ഒരു മാസം നീണ്ട് അല്ല 1.5 മാസം നീണ്ടു നിൽക്കുന്ന ആവേശകരമായ പരിശീലനത്തിലൂടെയാണ് ഇന്ന് നെഹ്റു ട്രോഫി പുന്നമടക്കായലിൻ്റെ അവിടെ മാറ്റൊരുക്കാനെത്തുന്നത്. എന്തായാലും നമ്മൾ ഇതുവരെ ഞാൻ പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല വള്ളങ്ങളെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 21 വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങൾ എന്നൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ഇത്രയും മത്സരം തന്നെ ആദ്യമാണല്ലേ? പിന്നെ തീർച്ചയായിട്ടും പണ്ടെന്ന് പറയുന്ന ഒരു കരക്കാരെടുത്ത് ഇത്രയും സാമ്പത്തിക ചിലവൊന്നും ഇല്ലാതെ തന്നെയാണ് ഓരോ കരക്കാരും അവർ ചിലപ്പം കഞ്ഞി വെച്ചും അല്ലെങ്കിൽ അവൽപ്പൊതിയൊക്കെ ആയിട്ടാണ് പണ്ട് മത്സര വള്ളംകളികൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ആവേശകരമായ കാശ് മുടക്കി കോടികൾ മുടക്കിയാണ് ഇന്ന് വള്ളംകളിയൊക്കെ നടക്കുന്നത്. ആരാ ഫേവറേറ്റ് ടീം ഏതാ? എൻ്റെ PBC പള്ളാത്തുരുത്തി നടുഭാഗത്തിന്റെ ഹൃദയത്തിൽ നിന്നോട് PBC അല്ല, ഇവിടെ വ്യത്യസ്തമായി വള്ളങ്ങളെ സ്നേഹിക്കുന്നതും ക്ലബ്ബുകളെ സ്നേഹിക്കുന്ന ആൾക്കാർ കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങൾ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ ഇതിന്റെ ഒരു ആ ഒരു ക്ലബ്ബുകളുടെയും വള്ളത്തിന്റെ ഒരു ആരാധകർ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ആളുകൾ. തീർച്ചയായിട്ടും അപ്പം PBC മേൽപ്പാടം അവരുടെ ഡബിൾ ഹാട്രിക്കാണ്, അത് നേടിയെടുക്കുമെന്നാണ് ആ വിശ്വാസമാണ്. പിന്നെ എല്ലാ ഒരു കാര്യമുണ്ട്, ഈ 20 വള്ളങ്ങളും തുഴയുന്നത് PBC തോപ്പിക്കാൻ വേണ്ടിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് അത് തന്നെ മേഡം പറഞ്ഞ കണക്ക് തന്നെ എല്ലാ വള്ളങ്ങളും അതിൻ്റെ തയ്യാറെടുപ്പിലൂടെ തന്നെയാണ് വരുന്നത്. ആവേശകരമായ ഒരു മത്സരം അവിടെ കാഴ്ചവെക്കും. എൻ്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് PBCയോടും എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് PBCയോടും ആ വള്ളത്തിനോടും ഒരു താല്പര്യം. എന്താ പേരെന്താ ചേട്ടൻ്റെ? എൻ്റെ ഗിരീഷ് ചമ്പക്കുളം, നാടക പ്രവർത്തനമാണ്. ഓ ശരി. നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. വാ, എന്താണ് മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ്? എന്താണ് ഇതിപ്പോ ഇങ്ങനെ വന്നിക്കുന്നല്ലേ? മൊത്തത്തിലുള്ള ട്രെൻഡ് എന്താ? ഇപ്പൊ ഒരു 10 വള്ളങ്ങൾ തന്നെ ജയിക്കാൻ വേണ്ടി തന്നെ വന്നിട്ടുണ്ട്. അതിപ്പം മുൻതൂക്കം PBC ആണെങ്കിലും നടുഭാഗം മോശമൊന്നുമല്ല. ഒരു അടിക്കുന്ന ആളെ രീതിയിലാണ് നടുഭാഗത്തിന്റെ തുഴച്ചില്. ക്ലബ്ബ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഈ PBC അല്ലാതെ PBC ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട്, അല്ലാതെ നമുക്ക് പ്രതീക്ഷയുള്ള ക്ലബ്ബ് പിന്നെ ഈ കൈനേരി വില്ലേജ് ക്ലബ്ബ് ഉണ്ട്, അങ്ങനെ 1-2 ക്ലബ്ബ്. കുമരകം എങ്ങനെയുണ്ട്? കുമരകവും നല്ല തുഴച്ചിലുള്ള ടീമാണ്. അപ്പം കുമരകമൊക്കെ പേരെടുത്തിട്ടുള്ള ക്ലബ്ബുകളാണ്, അതൊക്കെ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാലും മനസ്സിൽ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മളെ സ്ഥിരമായി കണ്ട് നമ്മുടെ കരയുടെ വള്ളത്തോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും. എന്നാൽ നമ്മളിങ്ങനെ ത്രസിപ്പിക്കുന്ന ഒരു വള്ളമോ ക്ലബ്ബോ ഒക്കെ ഏതാ? അതെ, ഞങ്ങളുടെ കരയെ തന്നെയാണ് ഈ പള്ളാത്തുരുത്തിലെ തൊട്ടടുത്ത PBC ജയിക്കുന്നതിന് ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല. PBC നല്ല തുഴച്ചിലാണ്, അതുകൊണ്ടാണ് അത് ജയിക്കുമെന്ന് പറയുന്നത്. അവർ തുഴഞ്ഞ് നിങ്ങളുടെ ഹൃദയം എടുത്തിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരിക്കും ഇത്തവണത്തെ മത്സരത്തിന്? ഒരു കുഴപ്പമില്ല, തീ പാറുന്ന മത്സരമായിരിക്കും. പക്ഷേ ഞങ്ങൾ വള്ളം നടുഭാഗമാണ്, അത് അത്ര മോശമാണെന്ന് ഞങ്ങൾക്ക് പറയാനൊക്കത്തില്ലല്ലോ. പിന്നെ ജയിക്കുന്നത് ഈ പറഞ്ഞ കണക്ക് തന്നെ PBC ആണെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ആരെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചൂടെ PBC? പിന്നെ 10 പൈസ എന്നാ ഒന്ന് എന്തോ ആരെങ്കിലും ഒന്ന് PBC മാറ്റി പിടിച്ചൂടെ? PBC കാണിക്കുന്നത് വില്ലേജ് ബോൾ ക്ലബ്ബ് ജയിക്കാൻ സാധ്യതയുള്ളൂ. വില്ലേജ് കൈനേരി വില്ലേജ് ബോൾ ക്ലബ്ബ് UBC അല്ല, കൈനേരി തന്നെ വില്ലേജ് ബോൾ രണ്ടാമത്തെ ക്ലബ്ബുണ്ട്. അവർ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയ ഉയരം വള്ളത്തില്ല, ഈ പ്രാവശ്യം ജയിക്കാൻ സാധ്യതയുണ്ട്. അതാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ ഒരു ഷേട്ടായിരിപ്പുണ്ട്, നമ്മളെ കണ്ടപ്പോൾ നേരത്തെ ഇറങ്ങി ഓടിയതാണ്. അപ്പം ഞാൻ എന്തായാലും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പറ, ആരാണ് താല്പര്യം? കൈനേരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വള്ളവും ജയിക്കത്തുള്ളൂ. അത്ര പ്രതീക്ഷയാണ്. ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. പള്ളാത്തുരുത്തുകാരെ ഇത്തവണ അടിച്ച് ദൂരെ കളയണം നമുക്ക്, അല്ലേ? പള്ളാത്തുരുത്തുകാരെ നമ്മൾ റെഡിയാക്കി വിടും. പള്ളാത്തുരുത്തുകാർ ഗോവി വരച്ചോണ്ട് പോകത്തുള്ളൂ. എന്റെ ദൈവമേ, പേരെന്ന് പറഞ്ഞേര്. പള്ളാത്തുരുത്തി ആരാധകർ എന്താണ് എന്നാ? അത് ശരിയല്ലേ? എപ്പോഴും ഇങ്ങനെ ഒരാൾ മാത്രമല്ലാണ്ട് നമ്മളൊന്ന് മാറി ഒരു വിജയമൊക്കെ എല്ലാവരും നടുഭാഗം വള്ളം എന്ന് പറഞ്ഞാൽ അത് ജയിക്കാനൊന്നും പോണില്ല. സത്യം അതിനെ പേർച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു മത്സരത്തിന്റെ ഒരു ഇത് കണ്ടിട്ടായിരിക്കും അല്ലേ? 9 വള്ളം
പിന്നെ CBL കളിക്കുന്നുണ്ട്. അതിൽ ഈ നടുവാമ്പളം വരുമെന്ന് തോന്നുന്നില്ല. ആ അതൊക്കെ വള്ളം കാണുമ്പോൾ നമുക്കറിയാം. നമ്മളൊത്തിരി വള്ളക്കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് പ്രാർത്ഥനയോടെ ഇറങ്ങുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ മാത്രമല്ല. അതെ, എല്ലാവരും കടഞ്ഞാത്തുവാനോ അല്ലേ? പിന്നെ തുഴഞ്ഞിട്ടുണ്ടോ വെള്ളം? പിന്നെ ഇഷ്ടം പോലെ കഴിഞ്ഞിട്ട് ഉണ്ട്. ചുണ്ടമ്പള്ളത്തിൽ എല്ലാ വള്ളത്തിലും നെഹ്റു ട്രോഫിയിലും തുടങ്ങിയിട്ട്. ഏത് വെള്ളത്തിൽ തുഴഞ്ഞു? അതൊക്കെ പണ്ടായിരുന്നു. ഇതിപ്പോ എന്നാലും പണ്ടൊരു വെള്ളം ഉണ്ടല്ലോ. ഞങ്ങളുടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, പങ്കിയാഷൻ ചേട്ടൻ എന്ന് പറയും, KK പങ്കിയാഷൻ. പുള്ളിയാണ് ആലപ്പുഴയിലെ ഇന്ത്യയിലെ വള്ളക്കളി മുഴുക്കെ നടത്തുന്ന പുള്ളിയായിരുന്നു. പുള്ളിക്കൊരു ടീമുണ്ട്. ആ പുള്ളിയുടെ ടീം ഞങ്ങൾ വെള്ളംകുളങ്ങര എന്ന് പറഞ്ഞ് വള്ളത്തെ തുഴഞ്ഞിട്ടുണ്ട്. വെള്ളംകുളങ്ങര തുഴഞ്ഞ ആളാണ്. അന്ന് ആ വള്ളത്തിന് അവർ പേരിട്ട പാവംകുളങ്ങര. പാവംകുളങ്ങര അങ്ങനെ വിളിച്ചത്? ഈ പാവം പങ്കിയാഷനാണ് ഈ പുള്ളിയെ വിളിക്കുന്നത്. നിങ്ങൾ പാവം ടീമായിരുന്നു? ഞങ്ങൾ പാവം ടീം, പാവത്തുങ്ങളുടെ ടീമായിരുന്നു അല്ലേ? ഇപ്പൊ ഭയങ്കര പൈസ ഒക്കെ ആണല്ലോ ഈ വള്ളംകളി എന്നൊക്കെ പറയുമ്പോ. ഭയങ്കര പൈസയും പൈസ മുടക്കാൻ ഇത്തവണ കൂടെ ഉള്ളു പൈസ മുടക്കിയുള്ള കളി. ഇത്തവണ പള്ളാത്തുരം ജയിക്കുവാണെങ്കിൽ വള്ളക്കളിയൊക്കെ ശൂന്യമായി ആണ്. അങ്ങനെ ഒരു എല്ലാവരും ഒന്ന് ജയിച്ച് എല്ലാവരും മാറി മാറിയൊക്കെ വരുമ്പോ ഒരു രസം വരും. അത് തന്നെ. അല്ല അവർ തന്നെയാണ് പിന്നെ അടുത്ത വർഷം അങ്ങോട്ട് പോകണ്ടല്ലോ. ഇതിപ്പോ 1 കോടി രൂപയ്ക്ക് മേളിൽ ചെലവാക്കിയാണ് വള്ളക്കളി നടത്തുന്നത്. ഈ പൈസ മുടക്കി അവിടെ ചെന്നിട്ട് തോറ്റു പോരുവാണ് പിന്നെത്തിനാ പോകുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ കൊണ്ട് വള്ളക്കളി പള്ളാത്തുരം ജയിക്കുവാണെങ്കിൽ ശൂന്യമായി പോകത്തില്ല. അതാണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. പള്ളാത്തുരത്തിക്ക് ഒരുപാട് ആരാധകരുണ്ടെങ്കിലും അതിനൊരു ബാലൻസിങ് വേണം എന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്. ഇതൊന്നും മാറ്റി തരാവോ? എങ്ങനെ ഉണ്ടാവും ഇത്തവണ? കടയിൽ തുറന്നിരിക്കുവാണോ അതോ വള്ളംകളി കാണാൻ വരുന്നുണ്ടോ? വള്ളംകളി കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. ഈ മഴ കൊണ്ട് പോകുന്നില്ല. കുട്ടനാട്ടുകാർക്ക് എന്ത് മഴ? കുട്ടനാട്ടുകാർക്ക് ആണല്ലോ മഴ. നമ്മൾ ഈ ഡയലോഗൊക്കെ അടിക്കുമെങ്കിലും ഇത് അനുഭവിക്കുന്നവർ നമ്മൾ കുട്ടനാട്ടുകാരാണല്ലേ? കുട്ടനാട്ടുകാരാ. ഈ മഴ പെയ്താലും ശരി കുട്ടനാട്ടിലാണല്ലോ മഴയും വെള്ളവും പൊങ്ങി നടക്കുന്നത്. അപ്പം ഇത്തവണ ജയിക്കുന്ന വള്ളം BBC വള്ളാതിരുത്തിയെ ജയിക്കുള്ളൂ. ചേട്ടൻ നേരത്തെ പറഞ്ഞത് PBC ജയിക്കുന്ന കണ്ടിന്യൂസ് അവർ തന്നെ ജയിക്കുമ്പോൾ അതിൻ്റെ അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ തുഴച്ചിൽ ഷാർട്ടിങ്ങും ഫിനിഷിങ്ങും അതിഭയങ്കരമാണ്. അതുപോലെ ഒരു ഷാർട്ടിങ്ങും ഫിനിഷിങ്ങും ചെയ്യത്തക്ക ഒരു വള്ളവും ഇറങ്ങിയിട്ടില്ല. ഞാൻ പള്ളാത്തുരുത്തിക്കാരനാണ്. പള്ളാത്തുരുത്തിക്കാരനാണ്. ഞാൻ ഇവിടെ വന്നു താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ടീം പള്ളാത്തുരുത്തിയാണെന്നാണല്ലേ? അല്ല, പള്ളാത്തുരുത്തി നമ്മുടെ ടീം ആകണമെന്നില്ല. കാരണം വള്ളത്തെക്കുറിച്ച് അറിയാവുന്നവനും വള്ളത്തെക്കുറിച്ച് ആ മൂവ്മെന്റ് പരിശീലനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത്തവണ പുതിയ വള്ളമാണ് അവർക്ക്. മേപ്പാടം പുതിയ വള്ളമാണ്. അത് ഗുണം ചെയ്യും. ആ പുതിയ വള്ളവും തന്നെയുമല്ല 1 കോടി രൂപയാണ് ആ വള്ളക്കാരൻ കൊടുത്തിരിക്കുന്നത്. അപ്പം അവർക്ക് ശക്തമായ ഒരു പോക്ക് അവർ പോകും. അവരെ ജയിക്കുള്ളൂ. ട്രോഫി അവരുടെ കയ്യിൽ. അതാണ് പറയുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ ആരാധകർ PBCക്ക് തന്നെയാണ്. അപ്പോൾ പോലും ബാലൻസിങ് ആവണം മത്സരം എന്നാണ് പറയുന്നത്. ഇതാണ് കുട്ടനാടൻ നാട്ടുവഴികളുടെ ഒരു വള്ളംകളിയുടെ ഒരു കാഴ്ചപ്പാട്. എങ്കിൽ പോലും ഓരോ കരകളിൽ നിൽക്കുമ്പോഴും കൃത്യമായി അവർക്ക് ക്ലബ്ബുകളുണ്ട്, ഒപ്പം തന്നെ വിവിധ വള്ളങ്ങളുണ്ട്, ആരാധകരുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. എന്തായാലും എല്ലാം ഒന്ന് ബാലൻസിങ് ആവട്ടെ എന്നുള്ളതാണ് ഇവർ പറയുന്നതിൻ്റെ ഒരു ചുരുക്ക രൂപം എന്ന് പറയാൻ കഴിയുക.